എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ലീഡറാണ് ജെമിനി മാഡം. മാഡത്തിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കേരള റോസസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെയാണ്. മാഡത്തിന്റെ സംസാരമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെയാണ് ബാബു സാറിനെ എനിക്ക് ഇഷ്ടമാണ്. സാറിനെ കാണുമ്പോൾ സാറിന്റെ ഒരു മുഖത്ത് നോക്കുമ്പോൾ അറിയാം ഒരു നിഷ്കളങ്ക ഭാവമാണ് സാറിന് അല്ലേ. അത് തന്നെയാണ് നമ്മൾ ആശയങ്ങൾക്ക് വേണ്ടത്. എല്ലാവരോടും നിഷ്കളങ്കവും സന്തോഷമായിട്ടും സ്നേഹമായിട്ടൊക്കെ പെരുമാറാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ആ മനസ്സ് ഉള്ളത് കൊണ്ട് തന്നെയാണ് സാറ് സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തിയതും സ്റ്റാർ ബ്രാൻഡിലേക്ക് എത്തിയതും. ഞങ്ങൾ അസമിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. മോൾക്ക് ശ്വാസം മുട്ടായിരുന്നു. മോൾക്ക് ഞങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് അസമിലേക്ക് വന്നപ്പോൾ ന്യൂട്രിചാർജ് കിഡ്സ് കഴിച്ചു കഴിഞ്ഞാല് ശ്വാസം മുട്ട് മാറും എന്നറിഞ്ഞു. അങ്ങനെ കിഡ്സ് കൊടുത്തു. മോളുടെ ശ്വാസം മുട്ട് മാറി. അതുപോലെ തന്നെ എനിക്കും കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ എപ്പോഴും ഉറക്കം വരും. പിന്നെ പീരിയഡ്സ് സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതൊക്കെ മാറിയത് ന്യൂട്രിചാർജ് ഉമ്മൻ കഴിച്ചതിന് ശേഷമാണ്. അപ്പൊ RCMലേക്ക് വരുമ്പോൾ ആദ്യം നമുക്ക് ആരോഗ്യം തന്നെയാണ് കിട്ടുന്നത്, പിന്നീടാണ് വരുമാനം. ജിനേഷ് സാറ് ഒരുപാട് കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഏകദേശം 9ഓളം കമ്പനികളിൽ ജോലി ചെയ്തു. അവിടെയൊക്കെ ഒരു നിശ്ചിത തുക മാത്രമേ നമുക്ക് കിട്ടിയിരുന്നുള്ളൂ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പാടുപെടുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ഇപ്പൊ സെക്യൂരിറ്റി ജോലിക്ക് പോയിരുന്നു എന്ന് പറഞ്ഞു. സെക്യൂരിറ്റി ജോലിക്ക് പോയിരുന്ന സമയത്ത് ഒരു ന്യൂ ഇയർ വന്നു. ന്യൂ ഇയറിന്റെ തലേദിവസം ആൾക്കന്ന് ഡ്യൂട്ടി വൈകുന്നേരം 4 മണി തുടങ്ങി 11 മണി വരെ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നാളെ ന്യൂ ഇയർ ഒക്കെയാണ്, ഇവിടെ ഇനി മാത്രമേ ഉള്ളൂ, കറിക്കൊന്നുമില്ല. ആളൊന്നും പറഞ്ഞില്ല. ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം, എങ്കിലും ഞാൻ വെറുതെ പറഞ്ഞു. ആള് പോയി. തിരിച്ചു വന്നപ്പോ കുറെ കിറ്റുകളില് കുറെ കറികളൊക്കെ ആയിട്ടാ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇവിടെന്ന ആരാ തന്നത്? അപ്പൊ ആള് പറഞ്ഞു എനിക്കിന്ന് സിയാലിലായിരുന്നു ഡ്യൂട്ടി, എയർപോർട്ടില് സിയാലിലായിരുന്നു ഡ്യൂട്ടി. അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ അത് കഴിഞ്ഞപ്പോ ഒരുപാട് സാധനങ്ങൾ ബാക്കി വന്നു. അപ്പൊ അവിടെ ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു ഇതൊക്കെ ഇനി കുഴിച്ചു മൂടാനുള്ളതാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെ കിറ്റുകളില് ആക്കി ആള് കൊണ്ടുവന്നു. ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. കാരണം അന്നത്തെ ആ ഒരു അവസ്ഥ ഓർത്തിട്ട് കുറെ നേരം കരഞ്ഞു. ഇന്നിപ്പോ ജിനേഷ് സാറ് സിയാലിൽ പോകുന്നത് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് 1,00,000 മേലെ വരുമാനം വാങ്ങിക്കുന്ന ഒരു ലീഡറായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നവർക്ക് കൂടി വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നു നമുക്ക്. അതുപോലെ തന്നെ ഞാനൊക്കെ ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 1 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓണത്തിന് എനിക്ക് ഡ്രസ്സ് എടുക്കുന്നത്, ഓണക്കോടി എടുക്കണമല്ലോ. അതും അന്ന് പൈസ ഉണ്ടാവില്ല, കടം വാങ്ങിയിട്ടാണ് ഓണം ആഘോഷിക്കുന്നതും ഡ്രസ്സ് എടുക്കുന്നതും ഒക്കെ. പക്ഷെ ആ ആഘോഷങ്ങളൊക്കെ സന്തോഷത്തിൻ്റെതായിരുന്നില്ല. കാരണം കടം വാങ്ങിയ പൈസ നമ്മൾ പറഞ്ഞ ഡേറ്റിന് തിരിച്ചു കൊടുക്കണം. അപ്പൊ ടെൻഷൻ പിടിച്ച ആഘോഷങ്ങളായിരുന്നു അതൊക്കെ. ഇന്നിപ്പോ എല്ലാ മാസവും എനിക്ക് ഓണക്കോടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും ഡ്രസ്സ് ഇന്നലെ വാങ്ങിയതാ. സുലഭില് കോഴിക്കോട് ഷൈമ മാഡത്തിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിന് പോയപ്പോ എടുത്തതാ. അപ്പൊ ഈ ഒരു മണി ഫ്രീഡം വേറെ ഒരു ജോലി ചെയ്താലും കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? RCM ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോ ഒരുപാട് ലേഡീസ് ആണ് RCMലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു ഒരു വീട്ടമ്മയ്ക്ക് RCMല് 100% വിജയിക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് വെച്ചാല്
ഒരു കുടുംബം നോക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല, അല്ലെ? എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് നമുക്കുള്ളത്. പുരുഷന്മാർക്കാണെങ്കിലോ വാർഷികം ചെയ്യുകയാണെങ്കിലോ അത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ ചില ലേഡീസൊക്കെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അവർ വേറൊരു ജോലി ചെയ്യുന്നു, കൂടെ ആർസിയം ചെയ്യുന്നു, പിന്നെ വീട്ടിലെ കാര്യങ്ങള് ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്നു. ഇത് മാത്രമല്ല, അവിടെ എന്തൊക്കെ ആളുകളുണ്ട്, ഒരു കുടുംബത്തിൽ ഏതൊക്കെ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടായിരിക്കും. പുലി ഉണ്ടാവും, സിംഹം ഉണ്ടാകും, പൂച്ച ഉണ്ടാവും, എലി ഉണ്ടാവും, അല്ലെ? പാമ്പുണ്ട്, വഴുതാര, പല സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാവും ഒരു കുടുംബത്തില്. ഇവരെയൊക്കെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാനായിട്ട് ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കും. ആർസിയം എന്ന് പറയുന്നതും ഒരു കുടുംബം തന്നെയാണ്. ഇവിടേക്കും പല സ്വഭാവമുള്ള ആളുകൾ വരുന്നുണ്ട്, അല്ലെ? ഭയങ്കര ദേഷ്യമുള്ള ആളുകൾ വരാറുണ്ട്, ഒട്ടും ദേഷ്യമില്ലാത്ത ആളുകൾ വരാറുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും നെഗറ്റീവ് മാത്രം പറയുന്ന ആളുകൾ വരാറുണ്ട്, എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ വരാറുണ്ട്, ഒട്ടും ക്ഷമയില്ലാത്ത ആളുകൾ വരുന്നുണ്ട്. ദിനേശ് സാറ് ആർസിഎമ്മിലേക്ക് വരുന്നതിന് മുന്നേ ഒട്ടും ക്ഷമയില്ലാത്ത മനുഷ്യനായിരുന്നു. ഇപ്പൊ ക്ഷമയുടെ പരിഹാരം ചോദിച്ചാല് ദിനേശ് സാറിന്റെ പേര് അത്രയ്ക്ക് ക്ഷമയാണ്. കാരണം ആർസിഎമ്മിൽ വിജയിക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമിച്ചു നിന്നാൽ മാത്രമേ ആർസിഎമ്മിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് വന്ന് നാളെ ലക്ഷങ്ങൾ കിട്ടുന്ന ഒരു ബിസിനസ് അല്ല ആർസിഎം എന്ന് പറയുന്നത്. ക്ഷമയോടെ നിൽക്കണം. അപ്പോ അതുപോലെ തന്നെ പതുങ്ങി മാറി നിൽക്കുന്ന ആളുകൾ വരും. ഞാൻ അങ്ങനെ ഒരാളായിരുന്നു, പതുങ്ങി മാറി നിൽക്കുമായിരുന്നു. കാരണം എന്താ? പേടി, ടെൻഷൻ, പറയല്, ഇതൊക്കെ ആയിരുന്നു. പക്ഷെ ഗിരീഷ് സാർ പറഞ്ഞു കേട്ടോ, ഗിരീഷ് സാറിന്റെ പ്രോഗ്രാമുകളിൽ ചെല്ലുമ്പോ എന്നെ സാർ സ്റ്റേജിലേക്ക് വിളിക്കും. മാഡം വരൂ, 2 വാക്ക് സംസാരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ മുട്ടുകാർ വച്ചിട്ടാണ് ചെല്ലുന്നത്. എന്തെങ്കിലുമൊക്കെ പറയും, തിരിച്ചു പോരും. പക്ഷെ അങ്ങനെ ഞാൻ സംസാരിച്ച് ഇത്രയും പേരുടെ മുന്നില് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ നിന്ന് സംസാരിക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് കിട്ടി. അതാണ് ആർസിയം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ള ആളുകളെയൊക്കെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാനും വിജയിപ്പിക്കാനും ഒരു വീട്ടമ്മയ്ക്ക് സാധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു വീട്ടമ്മയ്ക്ക് 100% ആർസിഎമ്മിൽ വിജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. എന്ത് വേണം? പ്രോപ്പർ പ്ലാനിങ്. സാർ പറഞ്ഞു അത് മാസാവസാനമല്ല പ്ലാൻ ചെയ്യേണ്ടത്, മാസം ആദ്യം പ്ലാൻ ചെയ്യണം. അതുപോലെ സ്റ്റാർ പ്ലാറ്റിനായ സമയത്ത് മാസം ആദ്യമേ ആള് പ്ലാൻ ചെയ്തു, ഞാൻ ഈ മാസം സ്റ്റാർ പ്ലാറ്റിനം ആയിരിക്കും, അതിനുവേണ്ടിയുള്ള വർക്കുകൾ ചെയ്തു. അപ്പൊ ആ മാസം വുമൺ ടാബ്ലറ്റ്സിന്റെ ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു 100 എണ്ണം ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഗിരീഷ് സാറിനോട് പറഞ്ഞു, 20-ാം തീയതി ഒക്കെ ആയപ്പോഴാണ് സാറിനെ വിളിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ സാറ് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാസം അവസാനത്തേക്ക് വെക്കണ്ട, ഇന്നോ നാളെയോ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 21-ാം തീയതി ഞങ്ങൾ ആ ഒരു ടാർഗറ്റ് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടീമിലുള്ളവരും അവർക്കൊരു പ്രചോദനമായി, അവരും അത് ഏറ്റെടുത്ത് ചെയ്തു. മാസാവസാനത്തേക്ക് വെച്ചിരുന്നെങ്കിലോ അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ആ ടാർഗറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്താനും സാധിക്കില്ലായിരുന്നു. കാരണം 29-ാം തീയതി, സെപ്റ്റംബർ 29-ാം തീയതിയാണ് അച്ഛൻ മരിക്കുന്നത്. എന്നിട്ട് ദിനേശ് സാർ തളർന്നില്ല. ആരെയൊക്കെയാണോ പുതിയ അച്ചീവ്മെന്റിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അവരെയൊക്കെ പുതിയ അച്ചീവ്മെന്റുകളിലേക്ക് എത്തിച്ചു. ആ മാസം ഞങ്ങൾ സ്റ്റാർ പ്ലാറ്റിനത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ 3 മാസം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. 2-ാമത്തെ മാസം ഞങ്ങൾക്ക് ടെക്നിക്കൽ എന്നൊരു ലെവലിലേക്ക് എത്താനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. അന്ന് ദിനേശ് സാർ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉള്ള സമയത്ത് തീരുമാനമെടുത്തു, ഞാൻ ഈ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ആർസിഎമ്മിലൂടെ തന്നെ തീർക്കുമെന്നൊരു ഉറച്ച തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ് ഇന്ന് 1.5 ലക്ഷത്തിന് മേലെ വരുമാനം വാങ്ങിക്കുന്ന ഒരു ലെവലിലേക്ക് ഞങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചത്. അപ്പൊ എല്ലാവർക്കും ആർസിഎമ്മിലൂടെ വിജയിക്കാൻ സാധിക്കും. എങ്ങനെ ആർസിഎം ചെയ്യണം? ഇഷ്ടപ്പെട്ട് ചെയ്യണം. ആർസിഎം ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാല് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് ചെയ്താലേ കഷ്ടിച്ച പൈസ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ആർസിഎമ്മിലൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു.